വിജിലിന്റെ തിരോധാനത്തിൽ അടിമുടി ദുരൂഹതയാണ്. വിജിലിന്റെ കൂട്ടുകാർ കൊന്നതാണോ? കോഴിക്കോട് ലഹരി ഉപയോഗത്തിനിടെ യുവാവ് മരിച്ചുവെന്നും മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നും വെളിപ്പെടുത്തിയ പ്രതികൾ റിമാൻഡിൽ കഴിയുകയാണ്. പ്രതികൾക്കായി പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാലുടൻ മൃതദേഹം കണ്ടെടുക്കാനും തെളിവെടുക്കൽ നടപടികളിലേക്ക് കടക്കാനും പോലീസിന് കഴിയും. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി. അഞ്ജന, അടിമുടി ദുരൂഹതയാണ് യുവാവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട്. അതേസമയം ചതുപ്പിൽ ചവിട്ടിത്താഴ്ത്തി എന്ന ഇവരുടെ കുറ്റസമ്മതവും ഒക്കെ നിൽക്കുകയാണ്. പോലീസിന്റെ അന്വേഷണം അത് ശരിവെക്കുന്നുണ്ടോ, സ്ഥിരീകരിക്കുന്നുണ്ടോ? എപ്പോൾ കോടതിയിലേക്ക് ഇവരുടെ കസ്റ്റഡി അപേക്ഷ വരും? വിജിൽ തിരോധാന കേസിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിജിലിന്റെ തന്നെ സുഹൃത്തുക്കളായ 2 പേരെ എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2019 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രതികളിലേക്ക് പോലീസിനെ എത്തിച്ചത്. വിജിലിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പിടിയിലായ 2 പേരും. ഒരു പ്രതി കൂടെ ഉണ്ട്. അയാളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ പിടിയിലായിരുന്ന കോഴിക്കോട് സ്വദേശിയായ ദീപേഷ് നിഖിൽ എന്നീ 2 പേരാണ്. 2019 മാർച്ചിൽ റിപ്പോർട്ട് ചെയ്ത ഒരു മിസ്സിംഗ് കേസായിരുന്നു ഇത്. വിജിലും സുഹൃത്തുക്കളും ചേർന്ന് സരോവരത്തുള്ള ഒരു പറമ്പിൽ, ആളൊഴിഞ്ഞ പറമ്പിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നതിനിടയിൽ വിജിൽ ബോധരഹിതനാവുകയായിരുന്നു. പിന്നീട് സുഹൃത്തുക്കൾ എണീറ്റ് നോക്കുമ്പോൾ ഇയാൾ ബോധരഹിതനായി കിടക്കുന്നത് കാണുന്നു. സുഹൃത്തുക്കൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് തിരിച്ചു വന്ന് നോക്കി 2 ദിവസങ്ങൾക്കപ്പുറം അയാളെ ചതുപ്പിൽ കെട്ടിത്താത്തുകയായിരുന്നു. മരിച്ചു എന്നത് ഉറപ്പുവരുത്തിയിട്ട് ചതുപ്പിൽ കെട്ടിത്താത്തുകയെന്ന ഞെട്ടിപ്പിക്കുന്ന മൊഴിയാണ് ഇന്നലെ സുഹൃത്തുക്കളിൽ നിന്നും പുറത്തു വന്നത്. ഏതായാലും സുഹൃത്തുക്കൾ പറഞ്ഞ ഈ ഒരു മൊഴി പോലീസ് വിലക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇന്നലെ പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു. ഇന്ന് പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും. ഇന്ന് കോടതി അത് പരിഗണിക്കുകയാണെങ്കിൽ ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ആ സരോവരത്തെ, ആ ചതുപ്പ് ഉൾപ്പെടെ പരിശോധിച്ച് മൃതദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നത് ഉറപ്പുവരുത്തും. ഈ മൃതദേഹം 8 ദിവസങ്ങൾക്കപ്പുറം വീണ്ടും പൊന്തി വന്നപ്പോൾ കരിങ്കല്ല് കണ്ട് വീണ്ടും കെട്ടിത്താത്തി എന്ന ഒരു മൊഴി കൂടെ പ്രതികൾ പറയുന്നുണ്ട്. പിന്നീട് 8 മാസങ്ങൾക്കപ്പുറം മൃതദേഹത്തിന്റെ അസ്ഥി കഷ്ണങ്ങൾ അവിടെ നിന്ന് എടുത്തി കർമ്മങ്ങൾ ചെയ്ത് കടലിൽ ഒഴുകി എന്നുകൂടെയുള്ള മൊഴി ഈ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് വിജിലിന്റെ. ഏതായാലും വിവരങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കുറ്റസമ്മതമായി വരുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുക. തിരോധാന കേസിലെ അന്വേഷണമാണ് ഇപ്പോൾ വഴിത്തിരിവിലേക്ക് എത്തുന്നത്. 2019 കാണാതായ യുവാവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അഞ്ജന സുകുമാരനാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.